ഹലോ ചിൽഡ്രൻ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു ലീനിയർ ഫോം. ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു ലീനിയർ ഫോം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ബോത്ത് ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ കണ്ടെയ്ൻ ദ വേരിയബിൾ എക്സ്. വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ലീനിയർ ഫോം. Linear form means value of the degree of the x, that is power of the x will be 1. ഇല്ലേ? പവർ ഓഫ് ദ എക്സ് 1 ആകുന്നതിനാണ് ലീനിയർ ഫോം എന്ന് പറയുക. അപ്പോൾ അതിനകത്തേക്ക് ഒറ്റ വേരിയബിൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഫോമിൽ തന്നിരുന്നാൽ നമുക്കതിനെ എന്ത് ചെയ്യണം? ഒരു ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് പ്ലസ് 1/2x+3 is equal to 3/8. എന്താ കാണേണ്ടത്? വാല്യൂ ഓഫ് എക്സ് ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് സൊല്യൂഷൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അപ്പം തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ എന്താ? ഈ 8 കൊണ്ട് ഇതിനെയും 3 കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യുക. ദാറ്റ് ഈസ് 8 × x+1 is equal to 3 × 2x+3 അല്ലേ? അതിനെ രണ്ടിനെയും ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെങ്ങനെ ഇൻറ്റു ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അകത്തേക്ക് ഇൻറ്റു ചെയ്യണം അല്ലേ? അപ്പോൾ എന്താ വരിക? 8x + 8 is equal to 3 × 2x 6x + 9. ഇനി ഇതിനെയും കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? 8x - 6x is equal to 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2x is equal to 1. ദാറ്റ് ഈസ് x is equal to 1/2. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. x is equal to 1/2. ഇനി ചെക്ക് ചെയ്യാം. ഇവിടെ x is equal to 1/2 ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 1/2 ഇടുമ്പോൾ എന്ത് വരും? 1/2 + 1. 1/2 + 1 എത്ര കിട്ടും? 3/2 ഇവിടെ എത്ര ഇടുമ്പോൾ 2 × 1/2 + 3 അല്ലേ? ഈ 2 ക്യാൻസലായി പോയിട്ട് ഇവിടെ 4 വരും. ദാറ്റ് ഈസ് എന്താ വരിക? 3/2/4 അല്ലേ? അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 ആണോ എന്നാണ് നോക്കാനായി. 3/2 × 4 ദാറ്റ് ഈസ് 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ 3/2 തന്നെയാണ്. 3/2 × 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 വരും ഇല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? കറക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാം റൈറ്റ് ചെയ്യുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ വെരിഫൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാം. പിന്നെ ചില ക്വസ്റ്റ്യനിൽ വെരിഫൈ എന്നും കൂടി തരും, അല്ലെങ്കിൽ ചെക്ക് എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂ ഓഫ് എക്സ് ആ ഇക്വേഷനിൽ ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് LHS ഇട്ടിട്ട് RHS ആണോ എന്ന് RHS കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്ത് കാണിക്കണം. ഓക്കെ, അങ്ങനത്തെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ലീനിയർ ഫോം ആയിരുന്നു. നമുക്ക് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കണ്ടെയ്ൻ ദ വേരിയബിൾ എക്സ് എന്നുള്ള രീതിയിലായിരിക്കും തരിക. ദെൻ വി നീഡ് ടു ഡു ദ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് നമ്പർ 2.6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8x - 3/3x is equal to 2. എങ്ങനെ ചെയ്യാം? ഇവിടെ ഈ 2 മീൻസ് എന്താ? /1 എന്നല്ലേ? അപ്പോൾ നമുക്ക് സെയിം തിങ് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഇങ്ങോട്ടേക്ക്, ഇവിടെ ഇങ്ങോട്ടേക്ക് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ദിസ് 8x - 3 is equal to 2 × 3x എന്ന് എഴുതാം. ആണല്ലോ? ദാറ്റ് ഈസ് ഇവിടെ എത്ര കിട്ടും? 6x അല്ലേ? ഈ 6x ഇപ്പുറത്ത് വന്നാൽ 8x - 6x is equal to 3. അപ്പോൾ എന്താണ്? 2x is equal to 3, x is equal to 3/2 എന്ന് വരും. x is equal to 3/2. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സോൾവ് ദ ഫോളോവിങ് ഇക്വേഷൻസ് എന്ന് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അത് ചെക്ക് ചെയ്യാൻ പറയുന്നില്ല. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, 8x - 3 is equal to 2 × 3x എന്ന് പറയും. ഈ ഒരു സെക്ഷൻ ഫുള്ള് ഇതുപോലെ തന്നെ ഇത്ര മാത്രമേ നിങ്ങൾ ഓർക്കേണ്ടതുള്ളൂ. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ടെങ്കിൽ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ഉണ്ടെങ്കിൽ ഡു ദ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഇതിനുള്ള മെത്തേഡ്. ഓക്കെ, 2.6 സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9x / 7 - 6x is equal to 15. എന്താണ് ഇത്? റെഡ്യൂസ്ഡ് ടു ലീനിയർ ഫോം ആക്കണം. ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്തായിരിക്കും? 15 മാത്രമാണ് ഉള്ളതെങ്കിൽ ഡിനോമിനേറ്റർ 1 എന്ന് എടുക്കുക. ദെൻ ഡു ദ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് 9x is equal to 15 × 7 - 6x. ദാറ്റ് ഈസ് 9x is equal to 15 × 7 105. 15 × 6 90. Okay,
Then transfer this 90 to here. That is 90 plus 9, 99. That is equal to 105. That is equal to x is equal to 105 by 99. അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഒരു 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം രണ്ടിനെയും. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3 and 5. Here it is 3 and 3. That is 33. Our solution x is equal to 35 by 33 എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 9x by 7 minus 6x is equal to 15. 15 എന്ന് മാത്രമേ ഉള്ളൂ. So we will put 1 in the denominator, then do the cross multiplication. That is 9x is equal to 15 into 7 minus 6x. എന്നിട്ട് ഇൻറ്റു ചെയ്യുക. 15 അകത്തേക്ക് ബ്രാക്കറ്റിനുള്ളിലേക്ക് ഇൻറ്റു ചെയ്യുക. ദാറ്റ് ഈസ് 15 into 7 105, 15 into 6 90x. Then 90xനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 99x is equal to 105. Then x is equal to 35 by 33. ഓക്കെ അല്ലേ? z by z plus 15 is equal to 4 by 9. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എന്ത് വരും? 9z is equal to 4 into z plus 15 ആണല്ലോ. എന്ത് കിട്ടും? 9z is equal to 4z plus 5 into 4 60. That is 9z minus 4z is equal to 60. That is 5z is equal to 60. That is z is equal to 60 by 5. That is equal to 12. ഈസി അല്ലേ ഈ ടൈപ്പ് പ്രോബ്ലം? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ ഇസഡ് ഒരു വേരിയബിൾ വരുവാണെങ്കിൽ ഡു ദ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അത്രേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് 3y plus 4 by 2 minus 6y is equal to minus 2 by 5. ഇവിടെയും എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് 5 into 3y plus 4 is equal to minus 2 into 2 minus 6y. ദെൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15y plus 20 is equal to minus 2 into 2 minus 4 plus 12y. ഓക്കെ. ദെൻ ആ 12y ഇങ്ങനെ കൊണ്ടുവന്നാലോ ലെഫ്റ്റിലേക്ക്? സോറി, 15y minus 12y is equal to minus 4 minus 20. ഈ 20 റൈറ്റിലേക്ക് പോയതാണ്. ദാറ്റ് ഈസ് 3y is equal to എന്ത് കിട്ടും? 20 minus 4 minus 20. That is minus 24. Y is equal to minus 24 by 3. That is minus 8. Okay. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അകത്തേക്ക് ഇൻറ്റു ചെയ്യുക. ദെൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എല്ലാ വേരിയബിൾസിനെയും ലെഫ്റ്റ് സൈഡിലേക്കും അല്ലാത്ത കോൺസ്റ്റൻറ്റിനെല്ലാം റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകുമ്പോൾ y is equal to minus 8 എന്ന് കിട്ടും. ഓക്കെ.